അല്ല ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ. ധൈര്യമുണ്ടോ? മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ, മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ, പലിശക്കാരായവർ, കള്ളക്കടത്ത് നടത്തുന്നവർ, ബലാത്സംഗം ചെയ്ത കൊലപാതകികൾ, ഇതൊക്കെ ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉദാഹരണം പറയണോ? കെന്നഡി ഒച്ച വെക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ, സമാധാനത്തോടെ കേൾക്കൂ. ഓക്കെ, ഒരു നിമിഷം. മമ്മൂട്ടി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ്. 5 നേരം നമസ്കരിക്കും. അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹം വ്യഭിചരിക്കുന്നുണ്ട്, അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട്, കൊള്ളക്കാരനായിട്ടുണ്ട്, കൊലപാതകമായിട്ടുണ്ട്, റേപ്പിസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഭൂലോകം ഇടിഞ്ഞു വീണോ? നിങ്ങൾ ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത്? അല്ല നോക്കൂ, അജിംസ് ഒറ്റപ്പെട്ട ഒരു മമ്മൂട്ടിയുടെ പേര് പറയുമ്പോ പക്ഷേ ഇസ്ലാമിക നിയമം നിലവിലുള്ള ഈ കേരളത്തിൽ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നടന്മാർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ എണ്ണി പറയാം. കെന്നഡിക്ക് കേൾക്കണോ? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? അവരാരെങ്കിലും ബഹിഷ്കരിച്ചോ? അജിംസെ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പൽ ഉള്ളതുകൊണ്ടാണ്, ഈ ഒരു ഡിഫൻസ് ഉള്ളത് കൊണ്ടാണ്. കെന്നഡി പറയുന്നത് ഒരു മുസ്ലിം പ്ലോട്ടിൽ ഒരു കഥാപാത്രം പോർക്കിറച്ചി കഴിച്ചാൽ പ്രശ്നമാണെന്നാണ് കെന്നഡി പറഞ്ഞത്. കൈകാലുകൾ ഛേദിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ചെറിയ വാക്കുകളല്ല കെന്നഡി പറഞ്ഞത്. അങ്ങനെ ഇവിടെ ചെയ്ത അതിലും മോശമായ ക്യാരക്ടേഴ്സ് ഇവിടെ ഡെപ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? കെന്നഡി ഏത് കേരളത്തെ കുറിച്ച്, ഏത് മലയാള സിനിമയെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ പറയുന്നു, ഈ കേരളത്തിൽ ഇപ്പം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാ സെന്റ് റീത്താസ് സ്കൂളിൽ നടന്നത് എന്താണെന്ന് കെന്നഡി പറഞ്ഞു. നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിക്കാം, കെന്നഡി പറഞ്ഞ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. കെന്നഡി പറയുന്നത് ഒരു മുസ്ലിം ക്യാരക്ടറിനെ ഒരു മുസ്ലിം പ്ലോട്ടിൽ ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കുമോ എന്നാണ്. ഞാൻ അപ്പോൾ ഉദാഹരണം പറഞ്ഞു. കെന്നഡിക്ക് ഒരു ഉദാഹരണം പറ. അങ്ങനെയൊക്കെ ക്യാരക്ടർ ചെയ്തിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു പറ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ സഭാ മേലധ്യക്ഷനും ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷത്തിനെതിരെ, കൊടും വിഷത്തിനെതിരെ പ്രതികരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയക്കുകയും കൂടി ചെയ്യുകയാണ്. ആ സമയത്ത് ലവ് ജിഹാദിനെ ഒരു ഒളിച്ചു കടത്തലിലൂടെ മഹത്വവൽക്കരിക്കാൻ, ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു ചിത്രം കൊണ്ടുവന്നാൽ ഞങ്ങൾ കൈയടിച്ചോളം എന്ന് അജിംസ് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സൗകര്യമില്ല അജിംസ് അതിന് കൈയടിക്കാൻ.